നിങ്ങളുടെ കിഡ്നിയിലത്തെ വൃക്കകളിലെ ടോക്സിൻസിന് മാലിന്യത്തിന് പുറത്തു കളയാനായിട്ട് സഹായിക്കുന്ന ഈ ഒരു ചെറിയൊരു കാര്യം നമ്മുടെ എല്ലാവരുടെ കിച്ചണിലും എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഒരു 90% ആൾക്കാരെ നോക്കുകയാണെങ്കിൽ ഒരു മസാല രൂപത്തിലാണ് നമ്മൾ ഇപ്പോഴും ഇതിനെ യൂസ് ചെയ്ത് വരുന്നത്. ഇതിന്റെ ശരിയായിട്ടുള്ള ഗുണങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം. ഇപ്പോ നിങ്ങളുടെ മൂത്രത്തിൽ നന്നായിട്ട് ഒരു പത പോലെ നന്നായിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ വിട്ടുമാറാതെ നല്ലൊരു സ്മെല്ല് പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും വിചാരിക്കുക എന്താ, വെള്ളം കുറച്ച് കുടിച്ചതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഉണ്ടാകാന്ന് വിചാരിച്ച് നമ്മൾ വിട്ട് കളയാറുണ്ട്. പക്ഷെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം നമ്മുടെ കിഡ്നിയുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കൊരു കഷായം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഈ ഒരു കഷായം എന്ന് പറയുന്നത് നമ്മുടെ കിഡ്നിയുടെ ഫിൽട്രേഷൻ പവറിനെ കുറച്ചൊന്ന് കൂട്ടാനും കുറച്ചൊന്ന് ഉള്ളിൽ നിന്ന് കുറച്ചൊന്ന് ബൂസ്റ്റ് ആയിട്ട് പ്രവർത്തിപ്പിക്കാനും കിഡ്നി കുറച്ചൊന്ന് സ്ട്രോങ് ആക്കി വെക്കാനും വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പൊ എന്തൊക്കെയാണ് അതിന് വേണ്ടത്, എങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടത്, എത്ര അളവിൽ നമ്മളിത് കഴിക്കണം, എത്ര നാള് കഴിക്കണം, ആരൊക്കെ ഇത് അവോയ്ഡ് ചെയ്യണം എന്നും തീർച്ചയായിട്ടും കേൾക്കാനും കൂടി ശ്രദ്ധിക്കുക. ഇതെല്ലാം ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി, ആയുർവേദ കൺസൾട്ടന്റ് വർക്കിംഗ് വിത്ത് ആയുഷ് ശക്തി ഇൻ മുംബൈ. ഇപ്പൊ നിങ്ങളുടെ മൂത്രത്തിൽ നന്നായിട്ടൊരു പത പോലെ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഒരു പത നോർമൽ ആയിട്ടുള്ള ഒരു പതയല്ല കേട്ടോ. നമ്മളിപ്പോ ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞിട്ടും ഈ ഒരു പത പോകുന്നില്ല എന്നുണ്ടെങ്കിൽ പല സമയങ്ങളിലും നമ്മുടെ ശരീരത്തിൽ നിന്ന് പ്രോട്ടീൻ ലീക്ക് ആവുന്നതിന്റെ ഒരു സൂചനയാണ് നമ്മുടെ ശരീരം നമുക്ക് നൽകുന്നത്. പ്രോട്ടീയൂറിയ എന്നൊരു കണ്ടീഷൻ നമ്മൾ ഇതിനെ പറയും. ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിനുണ്ടല്ലോ ശരിക്കും ബ്ലഡിലാണ് പ്രോട്ടീൻ വേണ്ടത്. പക്ഷേ ഈ ഒരു പ്രോട്ടീൻ നമ്മുടെ കിഡ്നിയിലത്തെ ചെറിയ ചെറിയ ഫിൽട്ടറുകൾ ഉണ്ട്, ഗ്ലോമറുലസ് എന്നാണ് നമ്മൾ ഇതിന് പറയാ. ഇതിന് പതുക്കെ പതുക്കെ ഡാമേജ് ആവുകയും ഇതുമൂലം ഈ ഒരു പ്രോട്ടീൻ നമ്മുടെ യൂറിൻ ത്രൂ പുറത്തു പോകുന്ന ഒരു കണ്ടീഷൻ കൂടിയാണ്. ഇനി ഇപ്പൊ നിങ്ങളുടെ മൂത്രത്തിൽ നല്ലൊരു സ്മെല്ല് പോലെ വരുന്നുണ്ട്, ശരിക്കും ഒരു അമോണിയയുടെ സ്മെല്ല് പോലെ, അല്ലെങ്കിൽ ഒരു വാടിയിട്ടുള്ള മുട്ടയുടെ സ്മെല്ലൊക്കെ ഉണ്ടല്ലോ, ഇത്തരത്തിലുള്ള ഒരു സ്മെല്ല് വരികയാണെങ്കിൽ ഇത് ശരീരത്തിലെ ടോക്സിൻസ്, മാലിന്യങ്ങൾ നന്നായിട്ട് കൂടി നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഈ ഒരു ടോക്സിൻസ് ശരിയായിട്ടുള്ള രീതിയിൽ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്നില്ല എന്നൊരു ലക്ഷണം കൂടിയാണ് നമുക്ക് തരുന്നത്. ഇനി മറ്റു പല സാഹചര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ശരീരത്തിൽ ഇപ്പോൾ ഒരു UTI, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരുന്ന സമയത്തും അല്ലെങ്കിൽ കിഡ്നിയിലും ലിവറിലും എന്തെങ്കിലും ഡാമേജ് ഉണ്ടാകുന്ന സമയത്തും ഈ ഒരു ലക്ഷണങ്ങൾ പൊതുവെ കണ്ടുവരാറുണ്ട്. പക്ഷേ ഇതൊരു ഒരാഴ്ചയേക്കാളും കൂടുതലായിട്ട് നിൽക്കുകയാണ്, നിങ്ങൾ ധാരാളം വെള്ളം കുടിച്ചു അല്ലെങ്കിൽ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു, എന്നിട്ടും ഇത് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു യൂറിൻ അനാലിസിസ്, യൂറിൻ ടെസ്റ്റ് നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. ഇതിലൂടെ ഒരു പരിധി വരെ നമുക്ക് എന്താണ് കാര്യം എന്ന് നമുക്കൊരു പരിധി വരെ കിഡ്നിയുടെ കണ്ടീഷൻ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു ദിവസത്തിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 150 ലിറ്ററോളം യൂറിനാണ് നമ്മുടെ കിഡ്നി ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ കൂടുതലും വർക്ക് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റും. പക്ഷെ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കൂടുതലായിട്ടുള്ള ഉപ്പുള്ള കാര്യങ്ങൾ നന്നായിട്ട് കഴിക്കുക, ഫാസ്റ്റ് ഫുഡ് പോലെയുള്ള കാര്യങ്ങൾ, ബേക്കറി ഐറ്റംസ് നന്നായിട്ട് കഴിക്കുക, ഈവൻ വെള്ളം ശരിക്കും കുടിക്കാതിരിക്കുക, അനാവശ്യമായിട്ടുള്ള പ്രോട്ടീന്റെ സപ്ലിമെന്റ്, ഈ പെയിൻ കില്ലർ പോലെയുള്ള കാര്യങ്ങൾ, തലവേദന വന്നു, ശരീരത്തിൽ എവിടെയെങ്കിലും ചെറുതായിട്ടൊരു വേദന വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പെയിൻ കില്ലർ പോലെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക. ഇത്തരത്തിൽ പറയുന്ന എല്ലാ കാരണങ്ങൾ കൊണ്ടും നമ്മൾ നമ്മുടെ കിഡ്നിനെ കൂടുതലും ഓവർലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ചോദ്യം എവിടെയാണ് വരിക, നമ്മുടെ കിഡ്നിനെ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുക, എങ്ങനെയാണ് നമ്മുടെ ഫിൽട്രേഷൻ ഒന്നും കൂടി മെച്ചപ്പെടുത്തുക എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് വരും. അപ്പൊ അതിനായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ ഒരു കഷായമാണ് ഞാനിവിടെ പറയാനായിട്ട് പോകുന്നത്. ആ കഷായത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് നോക്കുകയാണെങ്കിൽ മല്ലി, ഉണങ്ങിയിട്ടുള്ള മല്ലി ഉണ്ടല്ലോ, മല്ലിയുടെ പൊടിയല്ല നമുക്ക് വേണ്ടത്, ഉണങ്ങിയിട്ടുള്ള മല്ലിയുടെ റോ ഫോം ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഇതാണ് നമ്മുടെ കഷായത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ്. ഇത് കൂടാതെ 4 പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് ഈ കഷായത്തിന് കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആക്കാനായിട്ട്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് വേണ്ടതാണ് 2 ടീസ്പൂൺ ഉണക്കമല്ലി. രണ്ടാമത്തെ ഒരു കാര്യമാണ് അരമുറി ചെറുനാരങ്ങ. ഇൻഗ്രീഡിയൻസ് ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ. അരമുറി ചെറുനാരങ്ങ എടുക്കുക. മൂന്നാമത്തെ ഒരു കാര്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു നുള്ള് നമുക്ക് കുരുമുളകിന്റെ പൊടിയും. നാലാമതായിട്ട് വേണ്ടതാണ് ഇഞ്ചി, ചതച്ചിട്ടുള്ള ഇത്രയും പോകുന്ന ചെറിയൊരു പീസ് ഇഞ്ചി ഉണ്ടല്ലോ, അത് നന്നായിട്ട് ചതയ്ക്കുക. അത്രയും ഒരു 1/4 ടീസ്പൂണ് ഇഞ്ചി എടുക്കുക. ഇത്രയും കാര്യമാണ് നമുക്ക് ഇൻഗ്രീഡിയൻസിൽ വേണ്ടത്. ഇതിൽ നമ്മൾ മല്ലിയുടെ ഗുണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു നാച്ചുറലി ഒരു ഡയോറിറ്റിക് പ്രോപ്പർട്ടി ആണുള്ളത്. യൂറിന്റെ ഫ്ലോ കുറച്ചൊന്ന് കൂട്ടാനും കിഡ്നിനെ ഫിൽട്രേഷൻ ചെയ്യാനും വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഈവൻ നമ്മുടെ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ രണ്ടും ഒന്ന് ചേർന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു നല്ലൊരു ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഈ നമ്മുടെ യൂറിനറി ട്രാക്റ്റിൽ കണ്ടുവരുന്ന എന്തെങ്കിലും ഇൻഫ്ലമേഷൻ, അതായത് നീർക്കെട്ട് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നീക്കാനായിട്ട് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും കോമ്പിനേഷൻ നല്ലതാണ്. ഇഞ്ചിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിലൊരു ജിഞ്ചറോൾ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. ഈ ജിഞ്ചറോൾ കണ്ടന്റും ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി തന്നെയാണ്, പക്ഷെ നമ്മുടെ ദഹനത്തിനും വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ഗുണങ്ങളും, ഇതാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പൊ ഇത് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ രാത്രി കിടക്കാൻ പോകുന്ന സമയത്തുണ്ടല്ലോ 2 ഗ്ലാസ് വെള്ളത്തിലേക്ക് 2 ടീസ്പൂൺ നമ്മുടെ മല്ലി കുതിർക്കാനായിട്ട് വെക്കുക. രാവിലെ ഈ വെള്ളം അങ്ങനെ തന്നെ നമ്മൾ തിളപ്പിക്കാനായിട്ട് വെക്കണം. ഒരു 1 മിനിറ്റ് 2 മിനിറ്റ്, അരിക്കൊന്നും വേണ്ട, അങ്ങനെ തന്നെ തിളപ്പിക്കാനായിട്ട് വെക്കുക. ഒരു 2 മിനിറ്റ് നന്നായിട്ട് തിള വന്നതിന് ശേഷം
അതിലേക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് നമ്മൾ ആഡ് ചെയ്യുക. ഇൻഗ്രീഡിയൻസ് നോക്കുകയാണെങ്കിൽ 1/4 ടീസ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് കുരുമുളക് പൊടി, ചതച്ചിട്ടുള്ള ഇഞ്ചി, ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് ആഡ് ചെയ്തതിനു ശേഷം ഒരു 2 മിനിറ്റ് വീണ്ടും തിളപ്പിക്കാനായിട്ട് വെക്കുക. ശേഷം ഒരു 2 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം കുറച്ചു നേരം ചൂടാറാനായിട്ട് വെക്കണം. ഫിൽട്ടർ ചെയ്യേണ്ട, ചൂടാറാനായിട്ട് വെക്കുക. ചൂടാറി എന്ന് കഴിയുമ്പോൾ കുറച്ചൊരു വാം ആകുന്ന സമയത്ത് അരിച്ചിട്ട് അതിലേക്ക് അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ നിങ്ങൾക്ക് തേനൊക്കെ ആഡ് ചെയ്യാം. പക്ഷെ ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക. നിർബന്ധമില്ല, ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഇത് മിക്സ് ചെയ്തതിന് ശേഷം എന്നും രാവിലെ നിങ്ങൾ ഭക്ഷണത്തിന് മുന്നേയായിട്ട്, ഭക്ഷണം കഴിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേയായിട്ട് വെറും വയറ്റിൽ നിങ്ങൾ ഈ ഒരു കാര്യം കഴിക്കാനായിട്ട് നോക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 7 മുതൽ 10 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കണം. ശേഷം 7 മുതൽ 10 ദിവസത്തിന് ശേഷം ആഴ്ചയിൽ ഒരു 3 ദിവസമായിട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിക്കുക. പിന്നെ ഈ ഒരു കഷായം എടുക്കുന്നതിന്റെ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ദിവസത്തിൽ ഒരു 8 മുതൽ 10 ഗ്ലാസ് വരെ വെള്ളം അത് നിർബന്ധമായിട്ട് കുടിക്കാനായിട്ട് നോക്കണം. കാരണം ഈ കഷായം എന്ന് പറഞ്ഞ ഡീടോക്സിഫിക്കേഷൻ പ്രോസസ്സ് ചെയ്യും. പക്ഷെ ടോക്സിൻസിനെ പുറത്ത് കളയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം കുടിച്ചേ പറ്റൂ. ദിവസത്തിൽ ഒരു 8 മുതൽ 10 ഗ്ലാസ് വരെ വെള്ളം നിർബന്ധമായിട്ട് കുടിക്കുക. ഇനി നിങ്ങൾ ഈ മൂത്രത്തിൽ പത വരുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത്, കൂടുതലായിട്ടുള്ള പ്രോട്ടീൻ പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കഴിക്കുകയാണ്, അതായത് പ്രോട്ടീൻ ഷേക്ക് പോലെ അല്ലെങ്കിൽ നോൺ വെജ് കൂടുതലായിട്ട് കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ പരമാവധി ഇത് കുറച്ച് നാളത്തേക്ക് ഒഴിവാക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ കൂടുതൽ ഉപ്പിന്റെ പ്രയോഗം, ഈ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകളൊക്കെ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈവൻ മസാലകൾ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ഓയിലി ആയിട്ടുള്ള ഫുഡുകളും ശരീരത്തിന്റെ പിത്തത്തിന് കൂട്ടുന്നത് കൊണ്ട് ഇതും ഈ ഒരു പ്രശ്നത്തിനെ കുറച്ചൊന്ന് ട്രിഗർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ കുറച്ചൊന്ന് ഒഴിവാക്കാനായിട്ട് നോക്കുക. ഇനി ആരൊക്കെ ഇത് അവോയ്ഡ് ചെയ്യണം, ഇതും നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. ഒന്നാമത്തെ ആൾക്കാരാണ് CKD. പണ്ട് മുതലേ നിങ്ങൾക്ക് കിഡ്നിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നവരാണ്, കിഡ്നി ഫെയിലിയർ ആണ്, CKD കണ്ടീഷനും ഡയാലിസിസ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം മാത്രം എടുക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നവരാണ്, പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകളും. ഇതിൽ ഈ മഞ്ഞൾ, ഇഞ്ചി, കുരുമുളക് പറയുന്ന കാര്യങ്ങൾക്ക് കുറച്ച് ചൂട് കൂടുതലുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ട് അവരും പരമാവധി ഒഴിവാക്കുക. BP നന്നായിട്ട് കുറഞ്ഞു വരുന്നവരാണെങ്കിൽ അവരും ഇത് ഒഴിവാക്കണം. ബ്ലഡ് തിന്നിങ്ങിന് മെഡിസിൻസ്, അതായത് രക്തം കട്ട പിടിക്കുന്നത് കുറയ്ക്കാനായിട്ട് എടുക്കുന്ന മെഡിസിൻസ് എടുക്കുന്നവരാണെങ്കിൽ, ബ്ലഡ് തിന്നിങ് മെഡിസിൻസ് എടുക്കുന്നവരാണെങ്കിൽ അവരും ഇത് ഒഴിവാക്കുക. കാരണം ഇതിലുള്ള മഞ്ഞളും അതുപോലെ തന്നെ ഇഞ്ചി നോർമലായിട്ട് കുറച്ചൊരു ബ്ലഡ് തിന്നിങ് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ ഇവർ കുറച്ചൊന്ന് ശ്രദ്ധിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെയാണ് ഹൈപ്പർ അസിഡിറ്റി, നന്നായിട്ട് പുളിച്ചു തേട്ടി വരുന്നുണ്ട്, ആസിഡ് റിഫ്ലക്സ് ഒക്കെ കൂടുതലായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ ഇതിലുള്ള ഈ നാരങ്ങ അതുപോലെ തന്നെ ഇഞ്ചി കുറച്ചൊരു ചൂട് കൂടുതലുള്ള കാര്യങ്ങളായതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നത്തിന് കുറച്ചൊന്ന് ട്രിഗർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഇവരും ഇത് ഒഴിവാക്കണം. ഈവൻ കിഡ്നിയിൽ സ്റ്റോൺ ഉള്ള ആൾക്കാരാണ്, ഇപ്പൊ സ്റ്റോൺ ഓൾറെഡി ഉണ്ട്, വന്നും പോയിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവരും ഈ ഒരു കാര്യം ഒഴിവാക്കുക. നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം നിങ്ങൾക്ക് എടുക്കാം. കാരണം ഇതെന്ന് പറഞ്ഞാൽ ഒരു ജനറൽ ആയിട്ടുള്ള റെമഡിയാണ്. നിങ്ങളുടെ ശരീരത്തിൽ പേഴ്സണൽ ആയിട്ട് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ബെറ്റർ ആയിട്ട് നിങ്ങളുടെ ഡോക്ടറുമായിട്ട് നിങ്ങൾ ചോദിച്ചതിന് ശേഷം മാത്രം ഈ പറയുന്ന കാര്യങ്ങൾ വെക്കാനായിട്ട് നോക്കുക. അപ്പൊ വീഡിയോ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായി, അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുകയാണ്. ഇൻഫോർമേറ്റീവ് ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലിൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.